ഇപ്പോൾ നമ്മോടൊപ്പം ഈ സുനിൽ ധർമ്മസ്ഥല കൂടി ചേരുകയാണ്. അനന്യ, സുനിൽ, എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാനമായി ഉണ്ടായ വീഴ്ചകൾ? എന്താണ് അവിടുത്തെ ദൃക്സാക്ഷികൾ ഇതേ സംബന്ധിച്ച് പറയുന്നത്? ഇന്നലെ നടന്ന സംഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടായിരുന്നു ചിന്നസ്വാമി സ്റ്റേഡിയത്തിനടുത്ത്. അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ വിധാൻസൗധയുടെ മുമ്പിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് മാത്രമാണ്. എന്നാൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിനടുത്ത് ഒരു 3 തൊട്ട് 4 ലക്ഷം ആൾക്കാർ വന്നിട്ടുണ്ടെന്നാണ് ഒരു ഇപ്പോ പറയുന്നത്. എന്നാൽ അവിടെ കപ്പാസിറ്റി ഉള്ളത് വെറും 35,000 ആൾക്കാർ മാത്രം ആ സ്റ്റേഡിയത്തിനുള്ളിൽ പോകാൻ പറ്റുള്ളൂ. അതുമല്ലാതെ ഈ ഗേറ്റുകളൊന്നും കറക്റ്റായിട്ട് അവർ ഓപ്പൺ ചെയ്തിരുന്നില്ല. ചില സ്ഥലത്ത് പകുതി മാത്രം ഗേറ്റുകൾ ഓപ്പൺ ചെയ്തായിരുന്നു, ബാക്കിയുള്ള ഗേറ്റുകളൊന്നും ഓപ്പൺ ചെയ്ത് വിട്ടില്ല എന്നുള്ള ഒരു അലിഗേഷൻ കൂടിയുണ്ട്. ആ ഒരു കാരണത്താൽ എല്ലാവരും കൂടെ ഒന്നിച്ച് അകത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്ത സമയത്താണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത് എന്ന് ഇപ്പൊ അറിയപ്പെടാൻ സാധിച്ചത്. ഈ സംഭവത്തെ കുറിച്ച് ഇപ്പോ കബ്ബൻ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അൺനാച്ചുറൽ ഡെത്ത്, അസ്വാഭാവികമായിട്ടുണ്ടായ ഒരു മരണം എന്നാണ് ഇതിനെക്കുറിച്ചൊരു എഫ്ഐആർ ആയിട്ടുള്ളത്. ഇതിൽ ആരുടെ ഒരു നെഗ്ലിജൻസി കൊണ്ടാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ മറ്റൊരു വശത്ത് DC-യുടെ നേതൃത്വത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അത് 15 ദിവസത്തിന് ഉള്ളിൽ ഈ ഒരു സംഭവം എന്തിനാണ് ഉണ്ടായത്, അതിന്റെ പിന്നിൽ കാരണങ്ങൾ എന്തൊക്കെയാണ്, നെഗ്ലിജൻസി ആരുടെ നെഗ്ലിജൻസി കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, ഇതിനെ ഈ കുറിച്ചായിട്ട് ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനായിട്ട് CM ഈ DC-യുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ 15 ദിവസത്തിനുള്ളിൽ അതിന്റെ ഒരു റിപ്പോർട്ടും കൂടെ വരും. തൽക്കാലം ഈ മരിച്ചവരിലെല്ലാവരും 30 വയസ്സിന് താഴെയുള്ളവരാണ്. ഇവരെല്ലാം കർണാടകയിലുള്ളവരാണ്. 2 പേര്, ഒരാൾ മാത്രം കണ്ണൂരുകാരനാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടി കിട്ടിയിട്ടുണ്ട്. കണ്ണൂരിലെ ശിവലിംഗു എന്ന് പറയുന്ന ഒരാളും കൂടെ ഈ ഒരു സംഭവത്തിൽ മരിച്ചതായി ഇപ്പൊ അറിയപ്പെടുന്നു. 17 വയസ്സുകാരനാണ് അയാൾ, അല്ലേ? അതെ, ശിവലിംഗു 17 വയസ്സുകാരനാണ്. തീർച്ചയായും ഈ കുട്ടികൾ, കൗമാരക്കാരൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ ഇത്തരം സംഭവങ്ങൾ കൂടുതലായി എത്തുക. അപ്പോൾ ഈ 35,000 പേർക്ക് താങ്ങാവുന്ന ഒരു സ്റ്റേഡിയത്തിൽ ഈ 3.5 ലക്ഷത്തിലധികം പേർ കയറുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ സംഭവം, അവിടേക്കുള്ള ഒഴുക്ക് പോലീസ് തടയേണ്ടതായിരുന്നില്ലേ നേരത്തെ തന്നെ, ഇത് മുൻകൂട്ടി കണ്ട്? അതൊരു വലിയ വീഴ്ചയായി അവിടെ സംസാരമുണ്ടോ? യെസ്, പോലീസുകാരുടെ വീഴ്ചയുണ്ട്, സർക്കാരിന്റെ വീഴ്ചയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് എത്ര ആൾക്കാർ വരും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. എന്നാലും ലക്ഷത്തിലധികം ആൾക്കാർ വരുമെന്നുള്ളതിന് ഒരു പോലീസുകാർക്ക് ഒരു കണക്ക് കൂട്ടൽ ഉണ്ടായിരുന്നു. പോലീസുകാരുടെ പൂർത്തി ഒരു കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നത് ഈ വിധാൻസൗധയുടെ മുമ്പിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം എന്തുണ്ട്, അവിടെ മിനിസ്റ്റർമാരും പിന്നെ CM, ഡെപ്യൂട്ടി CM ഇവരെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പോലീസ് പ്രൊട്ടക്ഷനും ആ സ്ഥലത്തിന് വേണ്ടി മാത്രമേ ഇവർ ഡിപ്ലോയ് ചെയ്തായിരുന്നു. എന്നാൽ സ്റ്റേഡിയത്തിനടുത്ത് ഇത്രയും പേര് വരും, അവിടെ വേണ്ടപ്പെട്ട രീതിയിൽ ബന്ദോബസ്ത് ചെയ്യാൻ വേണ്ടി പോലീസുകാർ പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി അതാണ് മെയിൻ റീസൺ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിധാനസഭ അവിടുന്ന് പ്ലേയേഴ്സ് എല്ലാവരും കൂടെ അതിനുശേഷം സ്റ്റേഡിയം നടത്തുവന്നു. ഈ സ്റ്റേഡിയം നടത്താൻ ഒത്തിരി പേര്, എന്ന് വെച്ചാൽ ഒരു 2 തൊട്ട് 3 ലക്ഷം ആൾക്കാർ സ്റ്റേഡിയത്തിന്റെ ചുറ്റും ഉണ്ടായിരുന്നു. അവിടെ പോലീസുകാർ കൂടുതൽ നമ്പേഴ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ, എന്ന് വെച്ചെങ്കിൽ ബന്ദോബസ്ത് പ്രോപ്പറായിട്ട് ചെയ്തായിരുന്നെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ലായിരുന്നു. എന്നാൽ ഇവർ ബാരിക്കേഡുകൾ ഇടുന്നതിലായിരിക്കും, ഇല്ലെങ്കിൽ സ്റ്റേഡിയമിന് ഉള്ളിലേക്ക് പോകാനായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ചെയ്തായിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തം ഇന്നലെ സംഭവിക്കില്ലായിരുന്നു. തീർച്ചയായും. കാരണം DK ശിവകുമാർ അടക്കം ആ വീഴ്ചയെ സമ്മതിക്കുന്ന രീതിയിലാണ് ആദ്യം പ്രതികരിച്ചത് സുനിൽ ധർമ്മസ്ഥല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ അപകടം ഉണ്ടായിക്കഴിഞ്ഞും ഈ മന്ത്രിമാരൊക്കെ ഈ ആഘോഷ പരിപാടി തുടരുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നൊരു ആക്ഷേപമുണ്ട്. കാരണം ഇതിനെ എത്രത്തോളം ഗൗരവത്തിലാണ് ഇവർ കണ്ടത് എന്നതിന് തെളിവല്ലേ അത്, സുനിൽ? യെസ്, എക്സാക്ട്ലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഈ പുറത്ത് നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മിനിസ്റ്റർ ഉൾപ്പെടെ പോലീസ് ഒഫീഷ്യൽസിനും അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഇവർ ഈ ഉള്ളിൽ, സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ എന്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതൊന്നും മാറ്റിവെച്ചില്ല. അവർ ആസ് ഇറ്റ് ഈസ് അത് എന്ത് പ്രീ പ്ലാൻ ആയിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാം അത് അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തത്. പിന്നെ ഇനിയൊരു ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു വീഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ചേരുമ്പോഴത്തേന് പ്രോപ്പറായിട്ടുള്ള ആംബുലൻസ് വ്യവസ്ഥ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് വെറും 2 ആംബുലൻസ് മാത്രമാണ്. അതുകൊണ്ട് ഈ പരിക്കേറ്റവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആംബുലൻസിൽ കയറ്റാനാവട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായി. ഒരുപക്ഷെ ആംബുലൻസുകളിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാർ മരിക്കില്ല എന്നൊരു വാക്കുകൂടെ കേട്ടുവരുന്നത്.
ഉം. ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ്? പരിക്കേറ്റ ചികിത്സയിലുള്ളവരുടെ അവസ്ഥ സുനിൽ ധർമ്മസ്ഥല. ഇപ്പോ ഒന്നിച്ച് 42 പേരാണ് പരിക്കേറ്റിട്ട് ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള വേറെ വേറെ ആശുപത്രികളിൽ ഇപ്പൊ ഒരു ചികിത്സ നൽകിക്കുന്നുണ്ട്. തൽക്കാലം ഔട്ട് ഓഫ് ഡേഞ്ചർ എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ട് ഇവരെ കുറിച്ച്, എല്ലാരെ കുറിച്ചും. എന്ന് വെച്ചാൽ വേറെ കൂടുതൽ പ്രോബ്ലംസ് ഒന്നും ഇല്ല അവർക്ക്. കറക്റ്റ് ടൈമിൽ അവരെ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് ഔട്ട് ഓഫ് ഡേഞ്ചർ ആണെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സുനിൽ ധർമ്മസ്ഥല പറഞ്ഞൊരു കാര്യം, ഈ ആൾക്കാരുടെ ഒഴുക്ക് തടഞ്ഞില്ല, ഇത് മുൻകൂട്ടി കണ്ടില്ല, അതൊക്കെ വലിയ വീഴ്ചയാണ്. അതിനേക്കാൾ വലിയ വീഴ്ചയാണ് ഇത്ര അധികം ആളുകൾ എത്തുമ്പോൾ ഒരുക്കേണ്ട സൗകര്യങ്ങൾ, ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് എയ്ഡ് നൽകാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ അവിടെ വേണമായിരുന്നു പ്രിപ്പറേഷനായി. പ്രത്യേകിച്ച് മന്ത്രിമാരടക്കം ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ അവിടെയും വലിയ വീഴ്ചയാണ് സംഭവിച്ചത് അല്ലേ? അതെ, ഇത് ഇന്നലെ വെളുപ്പിന് ഒരു 11 മണിയോടെ ബാംഗ്ലൂരിൽ സർക്കാരും പിന്നെ പോലീസ് ഓഫീഷ്യൽസ്, അഡ്മിനിസ്ട്രേഷൻ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു മീറ്റിംഗ് ഒക്കെ ചെയ്തായിരുന്നു. സോ ഇന്ന് വരുന്ന ഇന്ന് പ്ലേയേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു 3 തൊട്ട് 4 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. ആക്ച്വലി പോലീസ് ശരിയായിട്ടും ഒരു പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഈ 4 മണിക്കൂറിൽ ബാംഗ്ലൂരിലുള്ള വേറെ വേറെ പോലീസ് സ്റ്റേഷനിലുള്ള ഓഫീസേഴ്സ് ഇല്ലെങ്കിൽ സ്റ്റാഫ്, അതേപോലെ റിസർവ് പോലീസ്, ഇവരെല്ലാരെയും ആ ഒരു സ്ഥലത്ത് ഡെപ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ലായിരുന്നു. അതിന്റെ കൂടെ പിന്നെ ഈ ചിന്നസ്വാമി സ്റ്റേഡിയമിന്റെ ഉള്ളിൽ പോകുന്ന ആരുണ്ട്, RCB ഫാൻസ് ഉണ്ട്, അവർക്ക് ആദ്യം ടിക്കറ്റ് വെച്ചാണ് അവരെ ഉള്ളിൽ കടത്തേണ്ടെന്നുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവര് ഇല്ല ആര് വേണമെങ്കിലും വരാം, ഫ്രീ എൻട്രി ആണെന്ന് പറഞ്ഞതിന് ശേഷം കൂടുതൽ ആൾക്കാർ ആ സ്റ്റേഡിയത്തിനടുത്തേക്ക് എത്തി. ഒരുപക്ഷെ ടിക്കറ്റ് വെച്ച് ആൾക്കാരെ ഉള്ളി വിടുവായിരുന്നെങ്കിൽ ആ സമയത്ത് ഇത്ര ആൾക്കാർ പുറത്തുനിന്ന് വരുന്ന ചാൻസസ് തീരെ കുറവായിരുന്നു. എന്നാൽ ഈ ഫ്രീ ആയിട്ട് എൻട്രി ഉണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ആ സ്റ്റേഡിയത്തിന് അടുത്തെത്തിയത്. സോ ഇതെല്ലാം ഈ ഓർഗനൈസേഴ്സ് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഇതിനെ ഒരു പ്ലാനിങ് ചെയ്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇല്ലെങ്കിൽ സർക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. തീർച്ചയായും പ്ലാനിങ്ങിൽ വന്ന വലിയ വീഴ്ച, ഗുരുതര വീഴ്ച, കുറ്റകരമായ അനാസ്ഥ, ഇതൊക്കെയാണ് അവിടെ വെളിവാകുന്നത്. സുനിൽ ധർമ്മസ്ഥല സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. സുനിൽ, ഒരു കാര്യം കൂടി, ഈ പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ പ്രതിഷേധങ്ങളും എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വീഴ്ചയ്ക്കെതിരെ? അങ്ങനെ അവർ ആലോചിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഒരു രോഷം സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. ഈ അതിൽ ഇമ്പോർട്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വെളുപ്പിനെ ആക്ച്വലി സർക്കാർ ഈ ഒരു ഓപ്പൺ വണ്ടിയിൽ ആൾക്കാരെ പ്ലേയേഴ്സിനെ വിധാൻസൗധയിൽ നിന്ന് സ്റ്റേഡിയം വരെ അവരെ ഒരു പെരേഡിൽ കൊണ്ടുപോകാനായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്നുള്ള ഒരു കാരണത്തിനാൽ അവരത് വേണ്ടാന്ന് ക്യാൻസൽ ചെയ്തായിരുന്നു. ഈ സമയത്ത് BJP-ക്കാരും JDS-കാരും എന്ത് അലിഗേഷൻ ചെയ്തെന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരു 18 വർഷത്തിന് ശേഷമാണ് RCB ഒരു ട്രോഫി എടുത്തത്. ഇപ്പൊ അവർ ബാംഗ്ലൂർ വന്നോണ്ടുണ്ട്, എന്നാലും നിങ്ങൾ അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പെരേഡ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു അലിഗേഷൻ ചെയ്തായിരുന്നു. അതിനുശേഷം ഈ ഒരു ഇൻസിഡന്റ് ആയതിനു ശേഷം ഞാൻ തിരിച്ചെത്താം ശ്രീ സുനിൽ ധർമ്മസ്ഥല.